ഇന്നത്തെ എപ്പിസോഡിൽ പറയാതെ വയ്യാത്ത ഒരു ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു. ഭയങ്കര ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു സിറ്റുവേഷൻ ആണ്. ഷിബിനെ കുറിച്ച് എന്തായാലും പറയാതിരിക്കാൻ കഴിയത്തില്ല. കാരണം വെച്ചാൽ എല്ലാ എപ്പിസോഡ്സിലും പുള്ളിക്കാരി ടാസ്കിലായിക്കോട്ടെ, സംസാരിക്കുന്നതിലായിക്കോട്ടെ, ഇപ്പൊ ഭയങ്കര കോൺഫിഡന്റ് ആണ്. പുള്ളിക്കാരിക്ക് തന്നെ അറിയാം പുള്ളിക്കാരിക്ക് ഇവിടെ നല്ല ഒരു വൈബ് കിട്ടുന്നുണ്ടെന്ന്. അപ്പൊ ആ വൈബിൽ പിടിച്ചു പോവുകയാണ്. അപ്പം ഷിബിന നമ്മുടെ റിയാസിന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നതിലുപരി ഷിബിന ഇപ്പൊ ബിഗ് ബോസ് അഗ്നിപരീക്ഷ കാണുന്ന ഒരുപാട് ഓഡിയൻസിന്റെ ഫേവറേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പം മാരാര് ഷിബിനെ കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്ന ഒരു സംഭവം ഉണ്ട്. നിങ്ങൾ ഇട്ടാ ബർമൂട, നമ്മൾ ഇട്ടാ വള്ളിക്കളസം എന്നും പറഞ്ഞുകൊണ്ട് അതിന് ഷിബിന കൊടുത്ത മറുപടി. സോ ഷിബിനയ്ക്ക് ഈ ഒരു മാരാറുടെ മുഖത്ത് നോക്കി അതിന് തിരിച്ച് മറുപടി കൊടുക്കാൻ പറ്റുന്നത് തന്നെയാണ് അവരുടെ ഒരു കോൺഫിഡൻസ്, അവരുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഷിബിനെ കുറിച്ച് ഇതൊരു പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്. സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ഫസ്റ്റ് ടാസ്കിനകത്ത് അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റിനകത്ത് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഒരു ബാൻഡ് കൊടുക്കുക, അല്ലെങ്കിൽ മീൻസ് ഇമോജി കൊടുക്കുക, ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് അടുത്തൊരു ഇമോജി കൊടുക്കുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും എൽദോനെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിന്റെ ഇടയിൽ ശ്യാമിന് നല്ലത് എന്ന് പറഞ്ഞ് ശ്യാമിന് കിസ്സിങ് ഇമോജി കൊടുക്കുന്നതിന്റെ ഇടയിൽ ഷിബിന ഇങ്ങോട്ട് വന്നിട്ട് എൽദോയ്ക്ക് ഒരു കിസ് ഇമോജി, മീൻസ് എൽദോയാണ് ഷിബിനെ ഇഷ്ടപ്പെടുന്ന ആള്, ശ്യാമ് ഷിബിനെ ഇഷ്ടപ്പെടാത്ത ആളായിട്ട് കൺസിഡർ ചെയ്യാണ്. പക്ഷേ കോമഡി അതല്ല. എൽദോയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, ബാക്കി എല്ലാവരും എൽദോയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? എൽദോ ഭയങ്കര ഫേക്കാണ്, അച്ചടി ഭാഷയിൽ സംസാരിക്കുന്നു. അപ്പോൾ പോലും എനിക്ക് തോന്നിയൊരു കാര്യം, ഇതൊക്കെ ഒരു നെഗറ്റീവാണോ മാൻ? പക്ഷേ ഷിബിന, നമ്മൾ ഈ ഒരു ഗെയിമിൽ നമ്മൾ ടാസ്ക് അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം വി വൺ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ ജയിച്ച് കഴിഞ്ഞു, ആ ഒരു പോസിറ്റീവ് വൈബ് അത് ഷിബിനയ്ക്ക് കിട്ടിയത് എൽദോയുടെ അടുത്തു നിന്നാണ്. സോ എൽദോ നമുക്കറിയാം ഓൾറെഡി ഈ പറഞ്ഞ ഇൻഫിനിറ്റി ബാൻഡ് ഒക്കെ കിട്ടിയിട്ടുള്ള, അതും ഒരു വട്ടമല്ല 2 വട്ടത്തിൽ കൂടുതൽ എന്തോ കിട്ടിയിട്ടുണ്ട്. അത്രയും നല്ല ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ, ഗെയിം സ്പിരിറ്റ് ഒക്കെ ഉള്ള, നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഷിബിന അത് അളന്ന ആ ഒരു വേ, പുള്ളിക്കാരി നല്ല ബോധമുള്ള ഒരാളാണ്. അപ്പം എൽദോനെ പുള്ളിക്കാരിക്ക് ഇഷ്ടമാണ്. പക്ഷെ കോമഡി, ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ് ശ്യാമിന് ഷിബിനയ്ക്ക് ഇഷ്ടമല്ല. അപ്പൊ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം അവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഷിബിന. വേറൊന്നുമല്ല, നമ്മളൊരു ടാസ്ക് കണ്ടിരുന്നു, ഒരു ലോങ് ടാസ്ക് ആയിരുന്നു. അതിനകത്ത് ഒരു മന്തിയൊക്കെ നിറച്ചു വെച്ചിട്ട് മന്തിയും ബർഗറും പിന്നെ അതുപോലെ എന്തോ ജ്യൂസ് അങ്ങാണ്ട് കുടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ ടാസ്ക് ചെയ്ത സമയത്ത് വർഷയും ശ്യാമും കൂടിയായിരുന്നു ആ മന്തി കഴിച്ച് തീർക്കേണ്ടിയിരുന്നത്. അപ്പം ശ്യാമിന് അത് കഴിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ശ്യാം വോമിറ്റ് ചെയ്തിട്ട് ഛർദ്ദിച്ച് ഈ പറയുന്ന ഫുഡിനകത്ത് തന്നെ ഇട്ട് വർഷയ്ക്ക് അത് കഴിക്കാൻ പറ്റിയില്ല. സോ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത ആ ഒരു ടാസ്കിന്റെ കാര്യം ഷിബിനെ അവിടെ നോട്ടീസ് ചെയ്ത് പറയുന്നതെന്ന് വെച്ചാൽ, അത് ഒരു ഡിസ്കസ്റ്റിംഗ് ക്രൂക്കഡ് ഗെയിം ആണ്, അല്ലെങ്കിൽ ആ കളി അതൊരു ഗെയിം, ആ കളിച്ചത് വളരെ മോശം ഒരു ഗെയിമാണ് ശ്യാം കളിച്ചത് എന്ന് ഷിബിന അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഗെയിം, അതായത് അതൊരു തെറ്റെന്നല്ല, അത് ഡിസ്കസ്റ്റിംഗ് ആയി പോയത് കൊണ്ടാണ് അത് ഷിബിനയ്ക്ക് അത് ഇഷ്ടപ്പെടാതെ പോയത്. അത്തരത്തിൽ ക്രൂക്കഡായിട്ട് കളിക്കുന്നത് ഒരു തെറ്റാണെന്ന് ഷിബിന പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ കളിച്ച ശ്യാമിനെ ഈ പറയുന്ന മറ്റേ പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് വന്ന് ഗെയിം കളിക്കുന്നതിനകത്ത് ഷിബിന ചൂസ് ചെയ്തായിരുന്നു. പക്ഷെ അവിടെ എഗെയിൻ ശ്യാം കാരണം ഡിസപ്പോയിൻമെന്റ് ആണ് ഷിബിനയ്ക്ക് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. സോ ഇത് കേട്ടുടനെ, ഇതെല്ലാം കേട്ട് കാര്യമായിട്ട് തലയാട്ടിക്കൊണ്ടിരുന്നിട്ട് മാരാറ് അടുത്തൊരു ഡയലോഗ് പറഞ്ഞത്, അവിടെ ചോദിച്ചൊരു ഡയലോഗാണ്, നിങ്ങൾ ഇട്ട അത് ബെർമൂഡ, നമ്മൾ ഇട്ട അത് വള്ളിക്കളസം, അങ്ങനെയാണോ എന്ന് മാരാർ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് കയറി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഷിബിന പറയുന്നുണ്ട്, അതെ അവരുടേത് ബെർമൂഡ, എൻ്റെത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോർട്സ് ആണ്, വള്ളിക്കളസം തന്നെയാണ് എന്ന് പറയുന്ന രീതിയിൽ ഷിബിന അതിനെ ആ ഒരു മാരാറ് ചോദിച്ച രീതിയിൽ അതിന് നല്ല ശക്തമായിട്ട് തന്നെ തിരിച്ച് മാരാർക്കിട്ട് കൊടുക്കുന്നുണ്ട്. മാരാർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്കും ശ്യാം വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയപ്പം ശ്യാം പറഞ്ഞ്, നീ ഇട്ട വള്ളിക്കളസത്തിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞിട്ട് ശ്യാം എഗെയിൻ ആ ഒരു കോൺവെർസേഷൻ വീണ്ടും നല്ല ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കാര്യം ഇങ്ങനെ ആ ഫുഡ് കഴിച്ചപ്പോൾ അത് ശ്യാമിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചൊരു കാര്യമല്ല. പക്ഷേ ഇപ്പൊ ചിന്തിക്കുമ്പം ശ്യാം അവിടെ നിന്ന് വോമിറ്റ് ചെയ്ത് പുറത്തോട്ട് പോയത്, അവിടെ ഫുഡിനകത്ത് അത് വീണത്, ഓഫ് കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ഒന്നും കണ്ടിട്ടില്ലെങ്കിലും ഇങ്ങനെ സംഭവിച്ചിരുന്നല്ലേ, അത് ഷിബിന പറഞ്ഞപ്പോൾ അത് എല്ലാവരുടെയും ഉള്ളിലേക്ക് അത് വന്നു. അഫിയാനാസ് ഒക്കെ അത് കേട്ടോണ്ടിരുന്നു. അപ്പം അതവിടെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ അഫിയാനാസിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അഫിയാനാസ് ഈ പറയുന്ന ഷിബിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ,
പുള്ളിക്കാരി ഭയങ്കരമായിട്ട് തുറന്ന് ആരുടെ മുഖത്ത് നോക്കി എന്തും കറക്റ്റായിട്ട് പറയുന്ന തഞ്ചടമുള്ള ഒരാളായിട്ട് തന്നെയാണ് അഫ്യാനാസ് പറയുന്നത്. നല്ലൊരു കോമ്പറ്റീറ്റർ ആണ് എന്ന് തന്നെ അതിനകത്തുണ്ട്. അതായത് ഈ പറയുന്ന കണക്ക് സംസാരിച്ച് പോകുന്ന ഒരാളാണ്, ഏറ്റവും നല്ല കോമ്പറ്റീഷൻ ലീഡ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ ഈ പറയുന്ന ഷിബിന അങ്ങനെ പറയുന്നത്, അങ്ങനെ ആൾക്കാരുടെ അടുത്ത് പറയുന്നത്, എനിക്ക് നല്ല ആൾക്കാർ തൻ്റെ കൂടെ മുന്നോട്ട് വരണം, ഗെയിം കളിച്ച് നല്ല ആൾക്കാർ. പുള്ളിക്കാരി ഉദ്ദേശിക്കുന്ന ഒരു സംഭവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ, നന്നായിട്ട് കഷ്ടപ്പെടുന്നവർ ഇവിടെ ജയിച്ചാൽ മതി, അല്ലാതെ സേഫ് ഗെയിം കളിച്ച് പോകുന്നവർ അങ്ങനെ നിൽക്കരുത്. അതുകൊണ്ട് തന്നെ സേഫ് ഗെയിം കളിക്കരുത്, മുന്നോട്ട് വരണം എന്ന് അഫിയാനാസിനെ വരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് ആ ഒരു ടൈമിൽ ഷിബിനെ കുറിച്ച് തോന്നി. ഏതായാലും ശരി, ശ്യാമും ഷിബിനെയും തമ്മിലുള്ള ആ ഒരു സംസാരവും ഇടയ്ക്ക് കയറി അഖിൽമാരാറിട്ട് കൊട്ടാൻ ശ്രമിച്ചതും അവിടെ അടിപൊളിയായിരുന്നു. ഇനി ഷിബിന എന്ന് പറയുന്നത് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഒരുപാട് പേര് ഷിബിനെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അത് ഗെയിമിന്റെ കാര്യത്തിലായിക്കോട്ടെ, സംസാരത്തിന്റെ കാര്യത്തിലും എല്ലാത്തിലും. പിന്നെ ഈ പറയുന്ന ജഡ്ജസിന്റെ ഇടയിൽ ഇങ്ങനൊരു സോഫ്റ്റ് കോർണർ പോലെ പെരുമാറുന്നു എന്ന് പറയുന്നതിനകത്ത് കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ശ്യാമിനെ ഇവർക്ക് ഇഷ്ടമാണല്ലോ. ശ്യാമിനെയും രഞ്ജിനിക്കും റിയാസിനും ഒക്കെ ശ്യാമിനെ ഇഷ്ടമാണ്, ലോലിറ്റാനെ ഇഷ്ടമാണ്, രാകേഷിനെ രഞ്ജിനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഷിബിനേനെയും ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അവരുടെ പെർഫോമൻസിനനുസരിച്ച് നമുക്കൊരു കോർണറിങ് തോന്നും. പിന്നെ അതിന്റെ കൂട്ടത്തിൽ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ഇവരുടെ ടാസ്കിനകത്ത് ഇത്തവണ ഷിബിന, അതായത് ആ ഒരു ലോലിറ്റയുടെ ടീമിനകത്തായിരുന്നു ഷിബിന ഉണ്ടായിരുന്നത്. പക്ഷേ ബാക്കി എല്ലാവരും മെമ്മറി യൂസ് ചെയ്തിട്ട് അത് പറഞ്ഞു. പക്ഷേ അതിനകത്ത് ഒരേ ഒരാളാണ് ഒന്നും പറയാതിരുന്നത്, അത് ഷിബിനയായിരുന്നു. സോ ആ ഒരു ഗ്രൂപ്പിനകത്ത് വന്നിട്ട് അത് നോട്ടീസ് ചെയ്യാൻ നമുക്കും തോന്നും. കാരണം ഷിബിന മാത്രം അത് തെറ്റിച്ചു, ബാക്കി എല്ലാവരും കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാരാര് ഔട്ട് ഹൗസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും മാരാരുടെ മുഖത്ത് നോക്കി ഐ അഡ്മിറ്റ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഷിബിന മാരാർക്കിട്ട് കൊട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഐ തിങ്ക് ഈ പറയുന്ന ഷിബിനയ്ക്ക് മാരാരുടെ ഐഡിയോളജി, മാരാരുടെ സംസാരം ഒന്നും പൊതുവെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ഈ പറയുന്ന 1 മണിക്കൂറല്ലേ കാണുന്നുള്ളൂ. ഇവരുടെ ഇടയിൽ ഈ പറയുന്ന വേദിയിൽ നിൽക്കെ തന്നെ മാരാരും ഷിബിനയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോലെ സംസാരിക്കുന്നുണ്ടായിരിക്കും. കാണിക്കാൻ പറ്റുന്നതൊക്കെ നമ്മളെ കാണിക്കൂ, കാരണം മാരാർക്ക് പുറത്തിറങ്ങി നടക്കണമല്ലോ. എനിക്ക് അങ്ങനെയാണ് ആ ഒരു മൊമെന്റിൽ തോന്നിയത്. മാത്രമല്ല ഷിബിനെ സംസാരിക്കുമ്പോഴൊക്കെ ഇപ്പൊ മാരാരുടെ മുഖത്ത് ഒരു വല്ലാത്ത പുച്ഛഭാവമുണ്ട്. അപ്പോൾ ഏതായാലും ശരി, നിങ്ങൾക്ക് ഈ ഒരു ടാസ്ക് അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റും അതിന്റെ സംസാരവും കണ്ടിട്ട് ഷിബിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഷിബിന അതുപോലെ ശ്യാം ഇവരുടെ ഇടയിൽ ആ ഒരു കോൺവെർസേഷന്റെ ആ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റിൽ പറയുക. ഒപ്പം നിങ്ങൾ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.